ഇത് തമിഴ്നാട്ടിലെ ഒരു നാട്ടുഗ്രാമത്തിലെ ഒരു ഉത്സവ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇഡലിയും ചമ്മന്തിയും പിന്നെ ചപ്പാത്തിയും കിഴങ്ങേറിയും ഒക്കെ കൂട്ടിയുള്ള ഒരു അടിപൊളി ഒരു ആഹാരമാണ് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഉത്സവത്തിനും ഇങ്ങനെയൊക്കെ കിട്ടാറുണ്ടോ? ഇല്ല, ഇതൊക്കെ കുറവാണ് കേട്ടോ. പക്ഷെ തമിഴ്നാട് നാട്ടുഗ്രാമങ്ങളിൽ ചെന്നുള്ള കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ. ഇത് മാത്രമല്ല, പിറ്റേ ദിവസം ആടൊക്കെ കറി വെച്ച് എന്ന് വെച്ചാൽ ആടിന് ലൈവായിട്ട് കട്ട് ചെയ്യും. എന്ന് വെച്ചാൽ കറുപ്പ് സ്വാമിക്ക് നേർച്ചയായിട്ട് കൊടുക്കുന്ന ആടിനെ കറി വെച്ച് നമുക്ക് തന്നെ തരുന്നൊരു കാഴ്ചയൊക്കെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. പക്ഷേ ഇത് അവിടുത്തെ ഒരു പാൽച്ചായയാണ് കേട്ടോ. പാൽച്ചായ എന്ന് പറഞ്ഞാൽ ചായ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഏലയ്ക്ക് ഒന്നൊക്കെ ചേർത്തിട്ട് കട്ടി പാലായിട്ട് തരുന്നൊരു ആഹാരമാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സദ്യാലയമാണ്. പക്ഷേ ഈ സദ്യാലയത്തിന് പ്രത്യേകത കേട്ടോ, ഇത് ഒരു കാസ്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രം കഴിക്കാനുള്ള സ്ഥലമാണ്. അടുത്തൊരു മതക്കാരുണ്ടെങ്കിൽ അത് വേറൊരു സ്ഥലത്ത് നിന്നൊക്കെ സദ്യാലയം കാണാം. അത് അവർക്കുള്ള ആൾക്കാർ അവിടെ പോയിരുന്നു കഴിക്കുന്നത്. ആഹാരം കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്ന റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. മത്സരമാണ് കേട്ടോ. അവിടെ ആഹാരം തന്നെ കൊടുക്കുന്നത് തന്നെ മത്സരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അടിപൊളി ആഹാരമാണ്. ഒരു ദിവസം പൊങ്കലാണെങ്കിൽ പിറ്റേ ദിവസം ചപ്പാത്തിയും ഇഡ്ഡലിയും ഒക്കെ ആയിരിക്കും. അങ്ങനെ മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ദൈവങ്ങളെ ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ച. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതെന്താണെന്ന് ജസ്റ്റ് ഇപ്പം തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നെൽവിത്തുകൾ, അവർ കൃഷി ചെയ്യുന്ന നെൽവിത്തൊക്കെ ഉപയോഗിച്ച് അത് മുളപ്പിച്ച് ദൈവങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കണം. ഇതാണ് ഇവിടുത്തെ അമ്പലം അല്ലെങ്കിൽ ശ്രീകോവിൽ എന്നൊക്കെ പറയത്തില്ലേ, അവിടെ വിഘ്നേശ്വരനാണ് അവിടെ ആരാധിക്കുന്നത്. അതുകൂടെ തന്നെ ഒരു ചേർന്നായിട്ട് ഒരു ഓലപ്പുരയ്ക്കകത്ത് കുറേ ദൈവങ്ങൾ എന്ത് മനോഹരമാണെന്നറിയോ. അത് നിങ്ങൾ കണ്ടു തന്നെ അത്ഭുതപ്പെട്ടോ. ഇതാണ് കണ്ടോ, അവരുടെ കൃഷി ചെയ്യുന്ന ഓരോരോ വിളവുകൾ അല്ലെങ്കിൽ സീഡുണ്ടല്ലോ, അതൊക്കെ മുളപ്പിച്ച് ദൈവങ്ങളെ ഒരുക്കിയെടുത്തിരിക്കുന്ന ഒരു കാഴ്ച. ഏകദേശം 20ഓളം ദിവസങ്ങളെടുത്ത് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുതൽ സമയമെടുത്ത് അവർ മുളപ്പിച്ചെടുത്ത് ഒരുക്കിയെടുക്കുന്ന ദൈവങ്ങളാണ് കേട്ടോ. കാഴ്ച വെച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടോ, അവിടെ അത് മാംസം കാണും, ചിലപ്പോൾ മുട്ട കാണും, അങ്ങനെ പല തരത്തിലുള്ള പല ആഹാര സാധനങ്ങളും ഈ ദൈവങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കേരളവുമായിട്ട് ഒരുപാട് ഡിഫറൻ്റ് ആണ് അവിടുത്തെ ആഘോഷ രീതികളൊക്കെ കണ്ട്. അവിടുത്തെ രൂപങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ തെയ്യക്കോലം എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെയുണ്ട് ഓരോരോ രൂപകോലങ്ങൾ. അതൊക്കെ കെട്ടി എല്ലാ വീടുകളിലും ഏകദേശം ഒരു 100 വീടുണ്ടെങ്കിൽ ആ 100 വീട്ടുകാരുടെ വീട്ടിൽ ചെന്ന് അനുഗ്രഹം കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതൊക്കെ ഈ തമിഴ്നാട്ടിൽ വന്നാൽ മാത്രം കാണാൻ കഴിയുന്നത്. പിന്നെ ജാതി, ഹിന്ദു മതത്തിൽ തന്നെ പല പല കാസ്റ്റുകളുണ്ടല്ലോ, അത് വേർപെട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് കാസ്റ്റുകൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു കാസ്റ്റിലാണെങ്കിൽ അവർ 100-150 കുടുംബക്കാരുണ്ടെങ്കിൽ അവർ മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുക്കത്തുള്ളൂ. മറ്റൊരു കുടുംബം അതിനകത്തോട്ട് വരുവാണെങ്കിൽ അവർ വേറെ സ്ഥലം കണ്ടെത്തി അവിടെ സെപ്പറേറ്റ് ആഹാരം വെച്ച് അവിടെ കഴിക്കും. ഇവരും അതേ കണക്കായിരിക്കും. അങ്ങനെയൊക്കെ പല വ്യത്യസ്തമായ ആചാര രീതികളൊക്കെ ഉള്ള ഇപ്പോഴും കൊണ്ടുപോകുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളാണ്, അവിടുത്തെ ദൈവങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ്, ഒരു രക്ഷയും ഇല്ല കേട്ടോ. ആ ഒരിക്കുന്ന ഭംഗി, ചൈതന്യം അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നേരിട്ട് തന്നെ വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഉണ്ടോ, ശിവനായാലും കറുപ്പസ്വാമിയായാലും ഇവരെയൊക്കെ ഒരുക്കിയിരിക്കുന്ന രീതി, ഇതൊക്കെ നാളെ രാവിലെ ഇതെല്ലാം എടുത്ത് പുറത്ത് കൊണ്ടുപോയി ഇവരുടെ പ്രത്യേക ആഘോഷ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ വീഡിയോ അടുത്തിൽ വരുന്നതായിരിക്കും കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അന്നേരം അത്യാവശ്യം എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞ് വിവരിച്ച് തരാൻ ശ്രമിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കുറേ ദൈവങ്ങളുണ്ട്, കുറേ ദൈവങ്ങൾ. ആ ദൈവങ്ങളെല്ലാം എന്ത് മനോഹരമായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഉദാഹരണം, അവരെ ഇരുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചവിട്ടുമെത്ത പോലെ വെച്ചിരിക്കുന്ന ഫുള്ള് ഇതണക്ക് ഈ ചെറിയ ചെറിയ സീഡൊക്കെ ഇട്ട് മുളപ്പിച്ച അതിൻ്റെ ആ ഒരു ഇലയില്ലേ, അതൊക്കെയാണ് ആ പച്ച നിറത്തിൽ കാണാൻ കഴിയുന്നതൊക്കെ. ദേഹത്ത് കൈകളിലായാലും തലയിലായാലും ഇതൊക്കെ അവിടെ കാണാൻ കഴിയും. ആൾക്കാരൊക്കെ വന്ന് കുമ്പിട്ട് തൊഴുതിട്ടൊക്കെ പോകുന്ന ഒരു കാഴ്ചയൊക്കെ അവിടെ കാണാൻ കഴിയും. പക്ഷെ നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക്
ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു ദിവസമാണ്. കാരണം നമ്മൾ ഈ തലയറുക്കുക എന്ന് കേട്ടിട്ടില്ലേ, അത് കണക്ക് തന്നെയാണ് ആടിന് ബലി കൊടുക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാൻ കഴിയും. അതൊക്കെ ലൈവായിട്ട് നമുക്ക് എല്ലാ ആൾക്കാരും നോക്കി നിൽക്കുകയും ചെയ്യുന്നൊരു കാഴ്ച. അത് കറുപ്പ് സ്വാമിക്കാണ്. അതൊക്കെ ഇച്ചിരി വ്യത്യസ്തമായ ആചാരങ്ങളാണ്. അതൊക്കെ നമുക്ക് നാളത്തെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അന്നേരം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അന്നേരം ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ കുറേ ഉണ്ട് കാണാൻ. ക്ഷമയോടെ കണ്ടിരിക്കുക. ഓക്കെ. இப்பொழுது நம் கம்மாக்கரை கருப்பசாமி கோவிலுக்கு உடனடியாக அன்னதான நிகழ்ச்சியை சிறப்பித்துக் கொடுத்து